റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ യുഎസ് മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുന്നതിൽ നിന്നും യുക്രൈനെ വിലക്കിയിരിക്കുകയാണ് അമേരിക്ക. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ ഇതുവരെയും യുഎസിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം യുക്രൈനും അമേരിക്കയും സുഹൃത്ത് രാജ്യങ്ങളായതിനാലും ഇരു നേതാക്കളും തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴും എന്തുകൊണ്ടാകും യുക്രൈന്റെ സംരക്ഷണ ആയുധങ്ങളെ വിലക്കേണ്ട ആവശ്യമെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് റഷ്യൻ പ്രസിഡന്റായ അല്ലെങ്കിൽ അന്ന് ഇരു നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുമെന്ന തരത്തിലുള്ള ഒരു സംസാരവും റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ കടുത്ത നിരാശനായിരുന്നു ട്രംപ്. എന്നാൽ ഈ നിരാശയാകട്ടെ മറ്റു പോംവഴികൾ ഇല്ലാതെ അത് എന്ത് ചെയ്യും എന്ന ആലോചനയിലായിരുന്നു ട്രംപ് ഇത്രയും നാളും. ഇനിയും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ യുക്രൈന്റെ കൈകളിൽ നിന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ വിലക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴിയായി പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ട്രംപിന്റെ ആവശ്യം നടക്കുമെന്നായിരുന്നു അദ്ദേഹം വിലയിരുത്തിയത്. നൊബേൽ സമ്മാനം തനിക്ക് തന്നെ കിട്ടണം എന്ന മോഹവുമായി നടക്കുന്ന ട്രംപ് ആകട്ടെ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിലായിരുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ അദ്ദേഹം ഏതു വഴിയും സ്വീകരിക്കുമെന്നതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരുന്നത്. ആയതിനാൽ തന്നെ യുദ്ധം തടഞ്ഞു നിർത്താൻ പറ്റിയ ഏറ്റവും വലിയ എളുപ്പവഴി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ യുക്രൈനെ റഷ്യയ്ക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത. അതേസമയം റഷ്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കാൻ യുഎസ് നിർമ്മിത ലോങ് റേഞ്ച് ആർമി ട്രാക്കിംഗ് മിസൈൽ സിസ്റ്റങ്ങൾ യുക്രൈൻ ഉപയോഗിക്കുന്നത് വ്യാപകമായതോടുകൂടിയിട്ടാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക കൈമാറിയ മിസൈൽ ഉപയോഗിക്കുന്നതിൽ നയതന്ത്രം ഏർപ്പെടുത്തിയതായി യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേർണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് നടത്തിയ അലാക്സ കൂടിക്കാഴ്ച അദ്ദേഹത്തിന് നേർവിപരീതമായ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിൽ എത്തിച്ചേരേണ്ട സാഹചര്യത്തിലായിരുന്നു എത്തിയത്. ഇത് യുക്രൈനെ സമ്മർദ്ദത്തിലാക്കുന്ന നിർദ്ദേശം യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള കാരണമായും പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് യുഎസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഉണ്ടായതെന്ന് വ്യക്തമല്ല എന്നായിരുന്നു മറ്റ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. റഷ്യയ്ക്ക് നേരെ യുഎസ് മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനെ അമേരിക്ക തടയാനുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിൽ പോലും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. യുക്രൈന്റെ ഭാഗത്തു നിന്നോ യുഎസിന്റെ ഭാഗത്തു നിന്നോ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. യുഎസ് നിർമ്മിത ദീർഘദൂര മിസൈൽ യുക്രൈൻ ഉപയോഗിക്കുന്നത് റഷ്യയെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നതാണ് മറ്റൊരു വാർത്തയായി പറയുന്നത്. റഷ്യയിലെ പല പ്രദേശങ്ങളിലും യുക്രൈൻ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. മിസൈൽ ഉപയോഗിക്കുന്നതിൽ യുഎസ് നയതന്ത്രം കൊണ്ടുവന്നതോടുകൂടി തന്നെ യുക്രൈൻ കടുത്ത പ്രതിരോധത്തിലാവുകയാണ് ഉണ്ടായത്. ദീർഘദൂര ആയുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് യുഎസ് പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്ത് നിലപാട് ഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അലാക്സ കൂടിക്കാഴ്ചയും യൂറോപ്യൻ നേതാക്കളുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ഒക്കെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും റഷ്യയ്ക്ക് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമാധാന പ്രക്രിയയിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കരുത് എന്ന് വിലക്കിക്കൊണ്ട് യുക്രൈനു നേരെ അമേരിക്ക രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.